മാജിക് CMRL ഇടപാടിലെ SFIO കുറ്റപത്രത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ തൈക്കണ്ടിയിൽ 11ാം പ്രതി. ആകെ 13 പ്രതികളാണ് കുറ്റപത്രത്തിലുള്ളത്. CMRL MD ശശിധരൻ കർത്തയാണ് 1ാം പ്രതി. CMRLും എക്സാലോജിക്കും ഉൾപ്പെടെ 5 കമ്പനികൾ പ്രതികളാണെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. SFIO കുറ്റപത്രത്തിൽ 114 രേഖകളും 72 സാക്ഷികളും ഉൾപ്പെടുന്നുണ്ട്. വയനാട് ദുരന്ത ബാധിതരുടെ വായ്പ എഴുതിത്തള്ളില്ലെന്ന് കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ. RBIയുടെ നിർദ്ദേശങ്ങൾക്കനുസൃതമായി അവ പുനഃക്രമീകരിക്കാമെന്ന് കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. ദുരന്തബാധിതരുടെ വായ്പകൾ എഴുതിത്തള്ളാൻ കഴിയുമോ എന്ന ഹൈക്കോടതിയുടെ ചോദ്യത്തിന് മറുപടിയായി സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് കേന്ദ്രം ഇക്കാര്യം അറിയിച്ചത്. പാതിവലി തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായ 2ാം പ്രതിയും സായിഗ്രാം ട്രസ്റ്റ് ചെയർമാനുമായ ആനന്ദകുമാറിന്റെ ജാമ്യാപേക്ഷ തള്ളി ഹൈക്കോടതി. കേസിൽ നേരത്തെ ജില്ലാ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെ പോലീസ് ആനന്ദകുമാറിനെ കസ്റ്റഡിയിലെടുത്തിരുന്നു. കസ്റ്റഡിയിലെടുത്തെങ്കിലും ദേഹാസ്വസ്ഥ്യമുണ്ടായതിനെ തുടർന്ന് ആനന്ദകുമാറിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. സംസ്ഥാനത്ത് ഉയർന്ന താപനില മുന്നറിയിപ്പ് തുടരുന്നുവെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കിയും വയനാടും ഒഴികെയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പാലക്കാട്, കൊല്ലം, തൃശൂർ ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരുമെന്നാണ് മുന്നറിയിപ്പ്. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ചതിനാൽ സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ വേനൽ മഴ ലഭിക്കും. BJP രാജ്യത്ത് വിജയം നേടിയത് വോട്ടുകൾ അട്ടിമറിച്ചാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്ര സർക്കാരുമായി ചേർന്ന് ഒത്തുകളിക്കുകയാണെന്നും മല്ലികാർജ്ജുൻ ഖർഗെ. കൂടാതെ രാജ്യം ബാലറ്റ് പേപ്പറിലേക്ക് തിരിച്ചു പോകണമെന്നും ഖാർഗെ AICC സമ്മേളനത്തിൽ പറഞ്ഞു. സമീപകാലത്ത് BJP ജയിച്ച മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് അടുക്കം EVM തിരിമറി നടന്നെന്ന് മല്ലികാർജ്ജുൻ ഖർഗെ ആരോപിച്ചു. അതേസമയം ജാതി സെൻസസ് നടപ്പാക്കണമെന്ന് രാഹുൽ ഗാന്ധി. കോൺഗ്രസ് ഭരണത്തിലുള്ള തെലങ്കാനയിൽ വിപ്ലവകരമായ മാറ്റം നടത്തി. ഇത് മറ്റു സംസ്ഥാനങ്ങളിലും നടപ്പാക്കണമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. ദിൽസുഖ് നഗർ സ്ഫോടന കേസിലെ പ്രതികളുടെ വധശിക്ഷ ശരിവെച്ച് തെലങ്കാന ഹൈക്കോടതി. 2013 നടന്ന ദിൽസുഖ് നഗർ സ്ഫോടന കേസിൽ NIA കോടതിയുടെ വിധി ശരിവെച്ചുകൊണ്ടാണ് പ്രതികളുടെ അപ്പീലുകൾ തള്ളിയത്. യാസിർ ഫട്കൽ, സിയാവുർ റഹ്മാൻ, അസദുള്ള അക്തർ, തഹ്സീൻ അക്തർ, ഐജാസ് ഷെയ്ഖ് എന്നിവരുടെ വധശിക്ഷയാണ് ഹൈക്കോടതി ശരിവെച്ചത്. തീവ്രവാദ സംഘടനയായ ഇന്ത്യൻ മുജാഹിദീൻ അംഗങ്ങളാണ് ഇവർ. മുംബൈ ഭീകരാക്രമണ കേസ് പ്രതി തഹവൂർ റാണയെ ഇന്ത്യക്ക് കൈമാറി അമേരിക്ക. ഇന്നോ നാളെയോ ഇന്ത്യയിലെത്തിക്കും. ഡൽഹിയിലും മുംബൈയിലും ജയിലുകൾ സജ്ജമാക്കി. പ്രത്യേക NIA സംഘമാണ് റാണയെ ചോദ്യം ചെയ്യുക. ഡൽഹിയിലെത്തിക്കുന്ന റാണയെ വിധി പരിശോധനയ്ക്ക് വിധേയനാക്കും. NIA ആസ്ഥാനത്തേക്കാണ് പ്രതിയെ എത്തിക്കുക. കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. റിപ്പോ നിരക്ക് 0.5% കുറച്ച് RBI. പുതിയ നിരക്ക് 6% എത്തി. ഭവന വായ്പയിലടക്കം ഇതോടെ പലിശഭാരം കുറയും. ഉയർന്നു നിന്ന പലിശ നിരക്ക് കുറയ്ക്കാനുള്ള തീരുമാനത്തെ ധനനയ സമിതി യോഗം ഐക്യകണ്ഠേന അംഗീകരിക്കുകയായിരുന്നു. വിപണിയിൽ ഇതോടെ കൂടുതൽ പണം എത്തുകയും ഭവന വാഹന വായ്പകൾ എടുത്തവർക്ക് പലിശഭാരത്തിൽ കുറവ് വരികയും ചെയ്യും. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുവ ഭീഷണിക്ക് പിന്നാലെ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്കുള്ള തീരുവ 104% ഉയർത്തി അമേരിക്ക. ഇന്നു മുതൽ പുതുക്കിയ തീരുവ പ്രാബല്യത്തിൽ വരുമെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചു. ചൈന പ്രതികാരത്തോടെയാണ് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് തീരുവ വർദ്ധിപ്പിച്ചതെന്നും ചൈന അതിൽ നിന്ന് പിൻവാങ്ങിയാൽ ട്രംപ് ദയ കാണിക്കുമെന്നും വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലിവിറ്റ് പറഞ്ഞു.